ബഹുമാന്യരായ ശ്രീ ടി വി ചന്ദ്രൻ സാർ, മാമുല, വേദിയിലെ മറ്റ് ബഹുമാന്യ വ്യക്തികളെ, ശാസ്ത്രമുള്ള ബഹുമാന്യ ടി വി ചന്ദ്രൻ സാറിൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏതൊരു നടൻ്റെയും വലിയൊരു ആഗ്രഹമാണ്. അത് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ബഹുദൂരം മാറി നിൽക്കുന്ന ഒരു വലിയ സംവിധായകനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷം എന്നെ ഒരു സ്വന്തം അന്യനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം മകനെ പോലെ, എല്ലാത്തിലുപരി സ്വന്തം സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം എന്നെ സമീപിച്ചിരുന്നത്. അദ്ദേഹത്തോട് ഒപ്പം ഇരിക്കുമ്പോൾ പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് കഥാപാത്രത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും അത് കേട്ടിരിക്കാനും അല്ലെങ്കിൽ അത് കിട്ടുന്ന അറിവുകളും ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ചന്ദ്രൻ സാറ് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മോഹനെ മാത്രമല്ല കേട്ടോ ഞാൻ അഭിനയിച്ച സിനിമ എന്ന് പറയുമ്പോൾ മോഹനെ അവസാനം അഭിനയിച്ച സിനിമയാണ്. അതിന് മുമ്പ് ആദ്യമായിട്ട് അഭിനയിച്ചത് ടി വി ചന്ദ്രൻ സാറിൻ്റെ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയാണ്. അതിൽ പ്രിയങ്കയാണ് നായിക. അപ്പോൾ അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം അദ്ദേഹം എനിക്ക് സമ്മാനിച്ചിരുന്നു. അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിച്ചു. പിന്നീട് ശങ്കരനും മോഹനും, പിന്നീട് മോഹവലയം, അങ്ങനെയുള്ള 3 സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. മോഹവലയത്തിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് ബഹറിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അദ്ദേഹം ഒരു സംവിധായകൻ ഉപരിയായിട്ട് പ്രൊഡക്ഷൻ്റെ എല്ലാ ഭാഗവും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് റൂമിലൊക്കെ തട്ടി വിളിക്കുന്നു, സാറൊന്ന് വിളിക്കും, എന്താ റെഡി ആയില്ലേ ചോദിക്കും. അപ്പം ഞാൻ റെഡി സാർ, രാവിലെ നിന്റെ ഷോട്ടാണ് വെച്ചിരിക്കുന്നു, വാ പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞു. ചന്ദ്രൻ സാറിൻ്റെ ഒരു ആവേശം അപ്പോഴും കാണാമായിരുന്നു. ഞാനും ഷൈനൊക്കെ ഉണ്ടായിരുന്നു. ഷൈനും റെഡി ആയിരുന്നു. ഷൈനും പിന്നെ ഉറക്കമില്ലാത്തതേ സമയത്തും ഷൈൻ ഓക്കെ റെഡിയാണ്, കുഴപ്പമില്ല. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടും ഒരുമിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു മോഹവലയം ഷൂട്ടിംഗ് സമയത്ത്. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ചന്ദ്രൻ സാറിൻ്റെ സിനിമകളിലൂടെ ഞങ്ങൾക്ക് പങ്കിടാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെയാണ്. ഇത്രയും മനോഹരമായ ടൈറ്റിൽ മലയാള സിനിമയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. പക്ഷെ അത്ര നല്ലൊരു ടൈറ്റിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛൻ ചന്ദ്രൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. മാനസികമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളായിരുന്നു. അച്ഛൻ ആ സിനിമയിൽ ഒരു വേഷവും ചെയ്തതിന് ഓർമ്മ ഉണ്ടായിരിക്കുന്ന സിനിമയിൽ. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ചന്ദ്രൻ സാറിനോടും ചന്ദ്രൻ സാറിൻ്റെ സിനിമകൾക്കും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഈ വേദിയിൽ ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറയുകയാണ്. ചന്ദ്രൻ സാർ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.